ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 2-ാം ഞായർ. നമുക്കറിയാം, നമ്മുടെ ആരാധനാ വത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തിരുനാളുകൾ, അത് ഈശോയുടെ ജനന തിരുനാളും രണ്ടാമത്തേത് ഈശോയുടെ ഉയിർപ്പ് തിരുനാളുമാണ്. ഈ 2 തിരുനാളുകൾക്കും ഒരുക്കകാലമുണ്ട്, അനുഭവകാലമുണ്ട്. ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരുക്കകാലത്തെയാണ് ആഗമനകാലമെന്ന് പറയുക. അത് കഴിഞ്ഞുള്ള കാലമാണ്, അതിൻ്റെ അനുഭവകാലമാണ് തിരുപ്പിറവിക്കാലം. ഈശോയുടെ ജ്ഞാനസ്നാന ആഘോഷത്തോടെ അത് പൂർത്തീകരിക്കപ്പെടും. ഈസ്റ്റർ, ഈശോയുടെ ഉത്ഥാന തിരുനാൾ, അതിൻ്റെ ഒരുക്കകാലമാണ് തപസ്സുകാലം. അതിൻ്റെ അനുഭവകാലമാണ് പെസഹാക്കാലം. ഇപ്പം ഇവയുടെ ഇടയ്ക്ക് തിരുപ്പിറവിക്കാലത്തിൻ്റെയും തപസ്സുകാലത്തിൻ്റെ ഇടയ്ക്ക് 5-6 ആഴ്ചകളുണ്ട്. എന്നിട്ട് പെസഹാക്കാലം പൂർണ്ണമാകുന്നത് പെന്തക്കോസ്ത തിരുനാളിലാണ്. ആ പെന്തക്കോസ്തയിൽ ആരംഭിച്ച് അടുത്ത ആഗമനകാലം 1-ാം ഞായർ വരെയുള്ള കാലം. അപ്പോൾ ഈ ഇടയ്ക്കുള്ള കാലത്തെ നമ്മൾ പറയുന്നത് ആണ്ടുവട്ടത്തിലെ ആഴ്ചകൾ എന്നാണ്. ആകെ 34 ആഴ്ചകളുണ്ട്. ആ 34-ാമത്തെ ആണ്ടുവട്ടത്തിലെ 34-ാം ഞായർ ഈശോയുടെ രാജ്യത്വ തിരുനാളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആണ്ടുവട്ടത്തിലെ ആഴ്ചകൾ അത് ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈശോയുടെ പ്രബോധനങ്ങൾ, ഈശോയുടെ പ്രവർത്തനങ്ങൾ, ഈശോയുടെ ബന്ധങ്ങൾ, ഈശോയുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ച് ഈശോയുടെ ശിഷ്യരാകാനായിട്ട് നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ് സഭ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ആണ്ടുവട്ടത്തിലെ ഈ 2-ാം ഞായറാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നാം പഠിക്കുക. നമ്മുടെ ശിഷ്യത്വം ആരംഭിക്കുന്നത് ദൈവത്താൽ വിളിക്കപ്പെടുമ്പോഴാണ്. ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരമേകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ക്രിസ്തു ശിഷ്യരാകാൻ നമ്മൾ തുടങ്ങും. ഇന്നത്തെ 1-ാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ വിളിക്കപ്പെടുന്ന അനുഭവമാണ്. ഒരു വിധത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ഓരോ വായനയും ആ വിളിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്, നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നുണ്ട്. 1-ാമത്തെ വായനയിൽ കർത്തൃദാസൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ കർത്താവിനാൽ വിളിക്കപ്പെടുകയാണ്. ലോകത്തിൻ്റെ പ്രകാശമാകാൻ വേണ്ടി വിളിക്കപ്പെടുക. ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ, അവരെ തിരികെ കൊണ്ടുവരുവാൻ, കർത്താവിലേക്ക് അവരെ ഒരുമിപ്പിക്കുവാൻ. എന്നാൽ ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല, സർവ്വജനത്തിനും പ്രകാശം, ലോകമെങ്ങും ദൈവത്തിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുവാൻ വിളിക്കപ്പെടുന്ന അനുഭവം. അതാണ് കർത്തൃദാസൻ്റെ 2-ാമത്തെ പാട്ടിലൂടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ 1-ാമത്തെ വായന നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്തൃദാസൻ്റെ 4 പാട്ടുകൾ നമുക്കറിയാം. അതിൽ 42-ാമത്തെ അധ്യായം യെശയ്യാ പ്രവചന പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ, ഇന്നത്തേത് 49-ാം അധ്യായം, അടുത്തത് 50-ാമത്തെ അധ്യായത്തിൽ, 4-ാമത്തേത് 52, 53 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കും കർത്തൃദാസൻ്റെ പാട്ടുകൾ. നമ്മൾ വിശുദ്ധ വാരത്തിൽ ഈ 4 പാട്ടുകളും വായിക്കുന്നുണ്ട്. കാരണം നമുക്ക് വേണ്ടി സഹിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി തൻ്റെ ജീവിതത്തെ ഹോമിച്ച ഈശോ തൻ്റെ തന്നെ പ്രതീകമായി പഴയ നിയമത്തിൽ നിന്ന് പ്രധാനമായിട്ടും എടുത്തത് ഈ കർത്തൃദാസനെയാണ്. അങ്ങനെ കർത്തൃദാസനെ പോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കപ്പെടുന്ന അനുഭവം. നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവിൻ്റെ അപ്പോസ്തലനാകാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലോ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശിഷ്യരാകാനായിട്ട് വിളിക്കപ്പെടുകയാണ്, അപ്പോസ്തലന്മാരാകാൻ വിളിക്കപ്പെടുകയാണ്. നമ്മൾ ഇപ്പോൾ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ 1-ാമത്തെ പാഠം എന്നത്, 1-ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിളി കേട്ട് അതിന് പ്രത്യുത്തരമേവുക എന്നുള്ളതാണ്.
ആ പ്രത്യുത്തരമേകുന്ന പ്രക്രിയയാണ് രണ്ടാമത്തെ ഘട്ടം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 40-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവേ, ഇതാ ഞാൻ വരുന്നു, നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ ഇതാ വരുന്നു, നിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്നുള്ള ഒരു ഏറ്റുപറച്ചിലാണ്. അങ്ങനെ കർത്താവിൻ്റെ വചനം ശ്രവിച്ച് അത് പൂർണ്ണമായും നിറവേറ്റി കർത്താവിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് നമ്മൾ മുന്നേറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശിഷ്യത്വത്തിൽ വളരുക. മൂന്നാമത്തെ ഘട്ടമോ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപകയോഹന്നാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് കർത്താവിലേക്ക് ശ്രദ്ധ പോകണം. ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്. കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. അവിടത്തേക്ക് വേണ്ടി ഒരു ജനത്തെ സജ്ജരാക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപകയോഹന്നാൻ പ്രിയപ്പെട്ടവരെ ഈശോയെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും. 3, അവൻ ദൈവപുത്രനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഈശോ ആരെന്ന്, ഈശോ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്നെല്ലാം അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു പെസഹ കുഞ്ഞാടാണ്. നമ്മളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ഒരു വിധത്തിൽ മരണം വരിക്കുന്ന ഈശോ പെസഹ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ഇസ്രയേൽക്കാരെ നാശത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ആഘോഷമാണ് പെസഹ തിരുനാൾ. അവിടെ അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട്. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ മോറിയ മലയിലേക്ക് പോകുമ്പോൾ അവിടെ ഇസഹാക്ക് അബ്രഹത്തോട് ചോദിക്കുന്നുണ്ട്, പിതാവേ, നമ്മൾ ബലിയർപ്പിക്കാൻ പോകുകയാണെന്നാണ് അങ്ങ് പറയുന്നത്. നമ്മുടെ കയ്യിൽ തീയുണ്ട്, വിറകുണ്ട്, പക്ഷെ നമ്മൾ ബലിയർപ്പിക്കുവാനുള്ള കുഞ്ഞാടെവിടെ? അപ്പോഴബ്രഹാം പറയും, മോനെ, ദൈവം തരും. അങ്ങനെ ദൈവമേകുന്ന കുഞ്ഞാട ഈശോ. അപ്പോൾ ഇവനാണ് കുഞ്ഞാടെന്ന് സ്നാപകയോഹന്നാൻ പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വരണം. അനുദിനം ജെറുസലേം ദേവാലയത്തിൽ രാവിലെയും വൈകിട്ടും അർപ്പിക്കപ്പെടുന്ന ദൈവത്തോടുള്ള തന്നെ ആരാധന വെളിവാക്കുന്ന, നന്ദി പ്രകടമാക്കുന്ന, പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആ കുഞ്ഞാടൊക്കെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ പ്രതീകങ്ങളാണ്. അവയുടെ എല്ലാം പൂർത്തീകരണം പോലെ പഴയ നിയമത്തിലെ ബലികളുടെ എല്ലാം പൂർത്തീകരണമാണ് ഈശോ എന്ന് അവിടെ വെളിവാക്കുക. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ മനുഷ്യന് അർപ്പിക്കുന്നതല്ല, ദൈവം മനുഷ്യന് വേണ്ടി അർപ്പിക്കുന്ന ബലി. എന്നിട്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും എന്ന് പറയുകയാണ്. സ്നാപകയോഹന്നാൻ തന്നെ പറയുന്ന ഇതാണ്, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവന് മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും എന്നുള്ള സ്നാപകയോഹന്നാൻ്റെ ആ സാക്ഷ്യം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവൻ ദൈവപുത്രനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവമേ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സാക്ഷ്യപ്പെടുത്തേണ്ടവരല്ല, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തേണ്ടവരാണ്. യോഹന്നാൻ്റെ മനോഭാവം നമുക്കറിയാമല്ല. അവൻ വളരണം, ഞാനോ ചെറുതാകണം. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ എന്നെ അയച്ചവൻ എനിക്ക് തന്ന സൈൻ ഇതാണ്. ആ സ്നാനസമയത്ത് ആരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനെ കാണുമോ, അവനാണ് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നവൻ. പ്രിയപ്പെട്ടവരെ, സ്നാപകയോഹന്നാനെ പോലെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ബന്ധങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ എല്ലാം പ്രിയപ്പെട്ടവരെ ഈശോയുടെ സ്നേഹത്തിന്, ഈശോ സാധിച്ച രക്ഷയ്ക്ക്, ഈശോയുടെ കൃപാവരത്തിന് നമ്മൾ നിരന്തരം സാക്ഷ്യം വഹിക്കണം. ക്രിസ്തു ശിഷ്യൻ പ്രിയപ്പെട്ടവരെ ജീവിക്കേണ്ട 4ാമത്തെ കാര്യം ജീവിതം വിശുദ്ധിയിൽ വളരണം എന്നുള്ളതാണ്. അനുദിനം വിശുദ്ധിയിൽ വളരണം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തോടുള്ള ഐക്യമാണ്. ദൈവത്തോട് അടുക്കുന്തോറും നമ്മൾ വിശുദ്ധിയിൽ വളരുക.
നമ്മുടെ ഓരോ ജീവിതവും, ഓരോ ദിവസത്തിലെ ജീവിതവും പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിലുള്ള വളർച്ചയാകണം. ദൈവത്തോടടുക്കാൻ, ദൈവത്തെ നിരന്തരം കണ്ടുമുട്ടുവാൻ, ദൈവത്തോട് നിരന്തരം സംഭാഷണം നടത്താൻ, ദൈവത്തോട് നിരന്തരം സംസർഗത്തിലാകാൻ, ദൈവത്തിൻ്റെ പ്രീതിയിൽ ഇന്നും ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ ദൈവികരായി ജീവിക്കുവാനുള്ള വിളിയാണ് പ്രിയപ്പെട്ടവരെ ശിഷ്യത്വത്തിലേക്കുള്ള നമ്മുടെ വിളി. നാം ഇന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ബലിയിലൂടെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടിനെ നമ്മൾ അനുഭവിക്കുക. ദിവ്യകുർബാന സ്വീകരിക്കും മുമ്പ് കർത്താവിൻ്റെ തിരുശരീരം ഉയർത്തിക്കൊണ്ട് കാർമ്മികൻ പറയുന്ന വാക്കുകൾ ഓർക്കുക. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കം ചെയ്യുന്നവൻ. നമ്മൾ അതിന് തൊട്ടു മുമ്പ് പ്രിയപ്പെട്ടവരെ ആ അപ്പം മുറിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾ കനിയണമേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ എന്ന് നമ്മൾ അത്യുന്നതങ്ങൾ പാടുമ്പോഴും പ്രിയപ്പെട്ടവരെ അവിടെയും നമ്മൾ ഓർക്കുന്ന പ്രതീകമാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് നിരന്തരം ദൈവത്തിൻ്റെ വിളി കേൾക്കാം. ദൈവത്തിൻ്റെ വിളിക്ക് നമുക്ക് ആത്മാർത്ഥമായി പ്രത്യുത്തരമേകാം. നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തുടങ്ങിയേ നമ്മളെ വിളിക്കുന്ന കർത്താവ്, വിളിച്ച് രൂപപ്പെടുത്തുന്ന കർത്താവ്. നമുക്ക് ആ കർത്താവിൻ്റെ വിളി കേട്ട് അവിടുന്ന് ഏൽപ്പിക്കുന്ന ദൗത്യം നിറവേറ്റുവാൻ നമുക്കെല്ലാം തയ്യാറാകാം. കർത്താവിൻ്റെ ഇഷ്ടം നിരന്തരം നിറവേറ്റിക്കൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാൻ, നമുക്ക് അവിടുത്തെ ദാസരായി ജീവിക്കുവാൻ തയ്യാറാകാം. അതേപോലെ നമുക്ക് സ്നാപക യോഹന്നാനെ പോലെ കർത്താവിന് സാക്ഷ്യം വഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിയെയും കർത്താവിലേക്ക് നമുക്ക് നയിക്കാം. ഇതാ എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് വിരൽ ചൂണ്ടുന്നവരായി നമുക്ക് ജീവിക്കാം. അതേപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതം വിശുദ്ധിയിലുള്ള വളർച്ചയാകട്ടെ. ദൈവത്തോടൊത്തുള്ള, ദൈവ സമ്പർക്കത്തിലുള്ള, ദൈവ സംഭാഷണത്തിലുള്ള, ദൈവത്തോടൊത്തുള്ള നല്ല ജീവിതം, വിശുദ്ധിയിൽ നമുക്ക് മുന്നേറാം. ആ രീതിയിൽ ഈശോയുടെ നല്ല ശിഷ്യരായി ജീവിക്കുവാൻ വേണ്ട കൃപ ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ. എല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.